പരിഷ്കരിച്ച പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമനിസം. അതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മാനവികത എന്നാണ്. ഈ മാനവികതയെ പറ്റിയിട്ട് പറയുന്നതിൽ ആദ്യമായിട്ട് നമുക്ക് ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റോജർ ബാക്കൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ഫിലോസഫർ, ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന ഒരു സയൻറ്റിഫിക് ഫിലോസഫറിൻ്റെ ഏതാനും വാക്കുകളോട് കൂടിയാണ്. അതായത് 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റോജർ ബാക്കൺ പറയാണ്, ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യൂ എന്നാണ്. അതായത് അറിവിൻ്റെ നിരാസം എന്നാണ്. അറിവിനെ അവഗണിക്കുക എന്ന് പറയുന്നത് നമ്മൾ നന്മയെ അവഗണിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പോൾ അറിവില്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, ജീവിക്കാനേ പറ്റില്ല, നന്മയെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം 13ാം നൂറ്റാണ്ടിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു അറിവില്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ റേഷണലിസം എന്ന് പറയുന്ന യുക്തിചിന്ത ഇല്ലാതിരുന്ന അവസ്ഥയായിരുന്നു, സ്നേഹം ഇല്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ലവ്, റേഷണലിസം, നോളജ് ഇതൊന്നും വളരെയധികം പ്രാധാന്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു റോജർ ബാക്കൺ ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതായത് 13ാം നൂറ്റാണ്ടിൽ മിഡീവൽ വേൾഡാണ് ശരിക്കും അത്. 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഒരു ഇരുണ്ട യുഗത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പം ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ചിന്തകന്മാർ രംഗത്തേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ചിന്തകന്മാരെ പലപ്പോഴും ഭരണാധികാരികൾ തുറുങ്കലിലടയ്ക്കുകയും അതുപോലെ തന്നെ അവർക്ക് വിചാരണ നേരിടേണ്ടി വരികയും അവരെ പണിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 14ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഫ്രം ദ 14th century onwards a series of changes took place in the social, economic and political spheres of Europe എന്ന യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും 14ാം നൂറ്റാണ്ടായപ്പോൾ ഇതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരികയും ആ മാറ്റത്തിൻ്റെ ഭാഗമായി അവിടുത്തെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ മാറ്റം കൊണ്ടുവരികയും ചെയ്തു എന്നാണ്. അപ്പോൾ അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ളത് എന്നറിയോ, ഗ്രീക്കോ റോമൻ കൾച്ചറിൻ്റെ സ്വാധീനം. ഏൻഷ്യൻ്റ് യൂറോപ്പിലുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ കൾച്ചറിൻ്റെ സ്വാധീനം, ഗ്രെക്കോ റോമൻ കൾച്ചർ എന്നാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു, ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ഈ സ്വാധീനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പം മാറ്റത്തിനെ ആഗ്രഹിക്കുക, ആ മാറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. മാറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത്, അത് ഹ്യൂമനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നാണ്. മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്നാണ്. രണ്ടാമത്തത് എന്താണ്, ഗ്രോത്ത് ഓഫ് അർബൺ ലൈഫ്, നഗരജീവിതത്തിൻ്റെ വളർച്ചയുണ്ടായി, നഗരജീവിതം വളർന്നു വരാൻ തുടങ്ങിയത്. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, അതുവരെ എന്താ പറയുക, കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ജനങ്ങളായിരുന്നെങ്കിൽ അവിടെ കച്ചവടത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. നേഷൻ സ്റ്റേറ്റിൻ്റെ റൈസ് ഉണ്ടായി, അതായത് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. ദേശരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ കുറച്ചും കൂടെ, അതായത് വ്യാവസായികമായിട്ടൊക്കെ തന്നെ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു രാജ്യമായിട്ട് വളരുന്നതാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. റേഷണലിസം, നേരത്തെ 13ാം നൂറ്റാണ്ടിൽ റേഷണലിസം അഥവാ യുക്തിചിന്ത ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഈ മാറ്റത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അവിടെ യുക്തിചിന്ത വളർന്നു വരാൻ തുടങ്ങി എന്നുള്ളത്. കൂടാതെ സ്പ്രെഡ് ഓഫ് സെക്കുലർ വാല്യൂസ്. സെക്കുലർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മതേതര മൂല്യങ്ങളാണ്. ഒരു മതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് വ്യാപനം ഉണ്ടായി എന്ന്. മോണിറ്ററി ഇക്കോണമി, പണസംബന്ധമായിട്ടുള്ള ബാർട്ടർ സിസ്റ്റമൊക്കെ പോയിട്ട് പണസംബന്ധമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ നിലവിൽ വന്നു എന്നും. ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കിട്ടി എന്നുള്ളതും. അതായത് അതുവരെ പ്രാദേശിക ഭാഷകളിലല്ല, ഇപ്പോൾ ലാറ്റിൻ പോലുള്ള ഭാഷകൾക്കൊക്കെ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഇപ്പം ജർമ്മൻ പോലുള്ള ഭാഷകൾക്ക്, അതുപോലുള്ള പ്രാദേശികമായിട്ടുള്ള ഭാഷകൾക്കൊക്കെ പ്രാധാന്യം കിട്ടി എന്നുള്ളതും. പിന്നെ ചേഞ്ചസ് ഇൻ ദ റേം ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, ആർട്ട്, സയൻസ്, അതായത് കല,
ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. ഇതതിൻ്റെ സവിശേഷതകളാണ്. ഈ ഒക്കെ മാറ്റങ്ങൾ 14-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് വരാൻ തുടങ്ങി. 13-ാം നൂറ്റാണ്ടിൽ വളരെ ഒരു മാറ്റമില്ലാതിരുന്ന അവസ്ഥയും ആ 13-ാം നൂറ്റാണ്ടിനെ തുടർന്ന് അല്ലേ പുതിയ ചിന്തകന്മാർ രംഗത്തേക്ക് വരികയും അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. അതിൻ്റെ സവിശേഷതകളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ മാറ്റത്തിനെ ചരിത്രകാരന്മാർ എന്താ വിളിച്ചിരുന്നതെന്നറിയോ? റിനൈസൻസ് എന്നാണ്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ റീബർത്ത് എന്നാണ്. റീബർത്ത്, ദാറ്റ് മീൻസ് റീബർത്ത് ആണ്. ദാറ്റ് മീൻസ് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻ ഗ്രെക്കോ-റോമൻ കൾച്ചർ വിച്ച് ബിഗെയിൻ അറൗണ്ട് ദ 14th century എന്നാണ്. ഒരു നവോത്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. റീബർത്ത്, പുനർജന്മം എന്നൊക്കെ. അതുവരെ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ കൾച്ചറിൽ ഒരു റിവൈവൽ ഉണ്ടായി. അതൊന്നും കൂടെ മാറ്റം ഉണ്ടായി. ആൻഡ് വിച്ച് ബിഗൻ അറൗണ്ട് ദ 14th century. എപ്പോഴേക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്? 14-ാം നൂറ്റാണ്ടായപ്പോഴേക്ക്. ഞാൻ പറഞ്ഞല്ലോ 13-ാം നൂറ്റാണ്ടിൽ യാതൊരു തരത്തിലുള്ള റേഷണലിസമോ നോളജോ ലവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് 14-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് എന്തായെന്നറിയോ? അവിടെ ഒരു റിവൈവൽ ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്കോ റോമൻ കൾച്ചറാണ്. അപ്പോൾ റിനൈസൻസ് പീരീഡ് എന്ന് പറയുമ്പം ദറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ് എന്നാണ്. മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ സംവിധാനത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. റിനൈസൻസ് ഈസ് കൺസിഡർഡ് ആസ് ദ പീരീഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഫ്രം ദ മിഡീവൽ ഫ്യൂഡലിസം. മധ്യകാലഘട്ടത്തിൽ ഇപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു മോഡേൺ കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടത്തിനെയാണ് നവോത്ഥാന കാലഘട്ടം എന്ന് ഹിസ്റ്റോറിയൻസ് ടേം ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നറിയോ? ഇറ്റലിയിലാണ്. നവോത്ഥാനം തുടങ്ങിയത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസിൻ്റെ തന്നെ മാറ്റമാണ് അവിടെ അല്ലേ. നിലവിലുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ കൾച്ചർ മാറി പുതുതായിട്ട് വരികയാണ്. അപ്പം ആ ഗ്രീക്കോ റോമൻ സിവിലൈസേഷനെ നമ്മൾ എന്താ വിളിച്ചിരുന്നതെന്നറിയോ? അവയെ ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നാണ് കേട്ടോ. ഫസ്റ്റ് റേറ്റ് ആയിട്ടുള്ള അല്ലേ ഒന്നാന്തരമായിട്ടുള്ള സംസ്കാരങ്ങൾ, ഏറ്റവും ആദ്യമായിട്ടുണ്ടായിരുന്ന സംസ്കാരങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സിനെ. അപ്പോൾ അവയെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്നാണ്. ക്ലാസിക്കൽ സിവിലൈസേഷൻസ്. ഇപ്പോൾ ഒരു 12-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ കിടക്കുന്ന കാലഘട്ടത്തിലാണ് ഗ്രീക്ക് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ 7-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും, അതായത് BCE ആണ് കേട്ടോ, ബിഫോർ ക്രിസ്ത്യൻ എറയിലാണ് അല്ലെ ബിഫോർ കോമൺ എറയിലാണ് ഈ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവിടെ റിനൈസൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലാണ്. ഇറ്റലി. വൈ റിനൈസൻസ് ഈസ് ഇൻ ഇറ്റലി എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? റിനൈസൻസ് എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തന്നെ നിലവിൽ വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിൽ വന്നിട്ടുള്ളത്? ദ റീസൺ, 2 കാരണങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക് ആണ്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാണ്, വളരെ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്, അതേപോലെ തന്നെ മാറ്റത്തിനെ ആഗ്രഹിക്കുന്ന രാജ്യവുമാണ്. ഡൈനാമിക്കാണ്. മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റത്തിനെ ഉൾക്കൊള്ളുന്ന രാജ്യം കൂടിയായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ഇറ്റലിയിൽ റിനൈസൻസ് വരാൻ കാരണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഇറ്റലിയിലുണ്ടായിരുന്ന ട്രേഡേഴ്സ് അവർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നാണ്. ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസിനെ പറ്റിയിട്ടും നല്ല ബോധമുള്ള ആൾക്കാരായിരുന്നു. കൂടാതെ സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് എസ് ബുക്ക് കീപ്പിംഗ് എന്നാണ്. ബുക്ക് കീപ്പിംഗ് പോലെയുള്ള, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ട്രേഡിൻ്റെ ഒരു ടെക്നിക്കൽ മാറ്ററാണ് എന്ത് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. അതൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ള കുറേ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ ഇറ്റലിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആൻഡ് മെനി ഓഫ് ദം ഹാഡ് ബിക്കെയിം എക്സ്ട്രീംലി വെൽത്ത് ത്രൂ ട്രേഡ് എന്നാണ്. പിന്നെ അവിടെയുള്ള ട്രേഡേഴ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു എന്നാണ്.
ഇറ്റലിയിൽ. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രദേശമായിരുന്നു, ഡൈനാമിക്കുമായിരുന്നു. പിന്നെ ട്രേഡേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുക്ക് കീപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ്ങും ഇൻഷുറൻസും പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇതാണ് രണ്ട് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തിന്? ഇറ്റലിയിൽ ഈ ഒരു പിന്നെ റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി ഇതാ നമ്മൾ കാണുന്ന ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവുന്നു, കുറേ ഇറ്റലിയിലുള്ള സിറ്റീസ് ഉണ്ട്, ഇറ്റാലിയൻ സിറ്റീസാണ്. വെനീസ്, മിലാൻ, പാർമ, ജനോവ, ബൊലോഗ്ന, പിസ, ഫ്ലോറൻസ്, റോം എന്നൊക്കെ പറയുന്ന മെയിനായിട്ടുള്ള ഇറ്റാലിയൻ സിറ്റീസ് ഉണ്ട്. നേപ്പിൾസ്, ഇതൊക്കെ ഉണ്ട്. നേപ്പിൾസ് പ്രധാനപ്പെട്ട ഇറ്റാലിയൻ സിറ്റീസായിരുന്നു. ഇനി ഈ ഇറ്റാലിയൻ സിറ്റീസ് എന്തുകൊണ്ടും നമ്മൾ അറിയപ്പെടാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര സമ്പന്നമായിട്ടുള്ള സ്റ്റേറ്റ്സാണ്. അപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ രാജ്യങ്ങൾ വരെ വിലക്കെടുക്കാൻ പറ്റിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത്രയും സമ്പത്തുള്ള, ട്രേഡ് കൊണ്ട് വളരെയധികം മെച്ചം ഉണ്ടായിട്ടുള്ള പിന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഇറ്റാലിയൻ സിറ്റീസിലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ മിഡീവൽ ഫ്യൂഡലിസം. ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നല്ലോ മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അത് തകരാനും കൂടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊമേഴ്ഷ്യലൈസേഷൻ കൊണ്ട്, ട്രേഡിൻ്റെ വ്യാപനം കൊണ്ട്. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദേ യൂസ്ഡ് ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ സാധനങ്ങൾ ഫുഡ് ക്രോപ്സിൽ നിന്ന് മാറിയിട്ട് വ്യാവസായികമായിട്ട് വിറ്റഴിക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെ, വാണിജ്യവൽക്കരണം എന്ന കച്ചവടവൽക്കരണത്തിലേക്ക് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് വിൽക്കാനായിട്ടുള്ള ഒരു പിന്നെ ചാൻസ് ഉണ്ടാവുക എന്നുള്ള കൊമേഴ്ഷ്യലൈസേഷൻ വന്നു. അതോടുകൂടി മിഡീവൽ ഫ്യൂഡൽ സിസ്റ്റം തന്നു. കാരണം ഭൂമിയുടെ ഉടമസ്ഥന്മാരായിരുന്നു ഫ്യൂഡൽ ലോഡ്സ് എന്ന് പറഞ്ഞല്ലോ. ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള കർഷകരെ കിട്ടാണ്ടായി. കർഷകരെ കിട്ടാണ്ടായ സമയത്ത് ഈ ഫ്യൂഡൽ സിസ്റ്റം തകരുകയാണ്. ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റിലീജിയസ് സുപ്രീമസി. അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയൻ്റെ സുപ്രീമസിയും അവിടെ എന്താവാൻ തുടങ്ങിയെന്നറിയോ? അതപ്പതിക്കാൻ അല്ലെങ്കിൽ തകരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ് ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ആൻഡ് ഡൊമിനേഷൻ ഓഫ് ദ ന്യൂ വെൽത്തി ക്ലാസസ്. അതായത് പുതിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവിടെ വളർന്നു വരാൻ കാരണം എന്താണ്? അവിടെ കൊമേഴ്ഷ്യലൈസേഷൻ വന്നു. കൊമേഴ്ഷ്യലൈസേഷൻ വന്നപ്പോൾ ഈ സമ്പന്നർ എങ്ങനെയാണ് വളർന്നു വന്നത്? ഫ്യൂഡൽ സിസ്റ്റം തകർന്നുപോയി. അപ്പോൾ പിന്നെ ഉള്ള പിന്നെ കൃഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡിൻ്റെ ഭാഗത്തേക്ക് വരികയും അവർ കൂടുതൽ കൂടുതൽ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളായിട്ട് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് വളർന്നു വരാൻ തുടങ്ങി എന്നാണ്. വെൽത്തി ക്ലാസ്സായി സമ്പന്നരായിട്ടുള്ള വിഭാഗങ്ങളായിട്ട് മാറി. അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ചില റിച്ച് ഫാമിലീസാണ് ഇറ്റാലിയൻ ഫാമിലീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മെഡിച്ചി ഫ്ലോറൻസിലുണ്ടായിരുന്നതാണ്. മെഡിച്ചി എന്ന് പറയുന്ന ഫ്ലോറൻസിലുണ്ടായിരുന്ന ഒരു ഇറ്റാലിയൻ ഫാമിലിയാണ്. വേറെ ഒന്ന് സഫോസ, മിലാനിലുണ്ടായിരുന്ന. അതേപോലെ മിലാനിൽ ഉണ്ടായിരുന്ന വേറൊരു ഫാമിലിയാണ് വിസ്കോണ്ടി എന്നും അതുപോലെ സഫോസ എന്നും പറയുന്ന മിലാനിലുണ്ടായിരുന്ന രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഫർണീസി എന്ന് പറയുന്ന പാർമയിലുള്ള ഒരു ഫാമിലി, ഓസീനി എന്ന് പറയുന്ന നാപ്പിൾസിലെ ഫാമിലി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഫാമിലീസ് ആയിരുന്നു. ഒരു ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഫാമിലീസൊക്കെ ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഉള്ള ക്ലാസ്സിൽ ഞാൻ പറയുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ പറയാം. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇറ്റാലിയൻ ഫാമിലീസ്, റിച്ച് ഫാമിലീസ് ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ റിനൈസൻസ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, വൈ റിനൈസൻസ് ഈസ് ഇൻ ഇറ്റലി എന്നാണ്. വൈ റിനൈസൻസ് ഈസ് ഇൻ ഇറ്റലി. അപ്പം രണ്ട് റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള പ്രദേശമായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ അവെയർ അബൌട്ട് ദ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ആൾസോ ദേ ആർ എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് ലൈക്ക് ബുക്ക് കീപ്പിംഗ്. അതാണ് രണ്ട് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിനൈസൻസ് എന്താണെന്നുള്ളതിനെ പറ്റി പറഞ്ഞു. റിനൈസൻസ് മീൻസ് റീബേർത്ത് ആണ്. ദറ്റ് ഈസ് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് ഓർ റോമൻ കൾച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ദറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്. അപ്പോൾ റിനൈസൻസിന് രണ്ട് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാനുണ്ട്. ഇസ് കൺസിഡേർഡ് ആസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ
ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മെഡീവൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ് ആണ്. അതുപോലെ തന്നെ റിവൈവൽ ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചറുമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ചസ് അല്ലേ. അത് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവാണ്. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, ഇൻഡിവിജ്വൽ ലിബർട്ടി, റേഷണലിസം, സ്പ്രെഡ് ഓഫ് സെക്കുലർ വാല്യൂസ്, മോണിറ്ററി ഇക്കോണമി, ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ realm of art and science. Okay, thank you.